ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. മൂന്നാറിൻ്റെ അർത്ഥം 3 നദികൾ എന്നാണ് മലയാളത്തിൽ. മൂന്നാർ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് സൗത്ത് ഇന്ത്യയിൽ. നേച്ചർ ആസ്വദിക്കാൻ വേണ്ടി നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ. എങ്ങോട്ട് നോക്കിയാലും ഗ്രീനറിയാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ടീ പ്ലാന്റേഷനാണ്. നമ്മുടെ ചുറ്റിനും ടീ പ്ലാന്റേഷൻ ആയിരിക്കും. ഈ ടീ പ്ലാന്റേഷനാണ് ഈ സ്ഥലത്തിന് ഇത്രയ്ക്ക് ഭംഗി കൂട്ടുന്നത്. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി സ്ഥലത്ത് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. മൂന്നാറിൽ ടീ പ്ലാന്റേഷൻസ് മാത്രമല്ല, ഡാമുകളുണ്ട്, ഒത്തിരി ഡാമുകളുണ്ട്, ലേക്സ്, പിന്നെ വാട്ടർഫാൾസ്, ബോട്ടിങ്, അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ കാഴ്ച, ഈ ഗ്രീനറി കണ്ടാൽ നമ്മൾ സത്യം പറയാലോ ഇവിടെ തന്നെ നിന്ന് പോകും. ഒത്തിരി നേരം നിന്ന് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ എടുക്കാൻ തോന്നും. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പള്ളി കണ്ടു. പള്ളി ഇച്ചിരി മേലിലോട്ടായിരുന്നു, ഞങ്ങൾ പള്ളിയിലോട്ട് പോയില്ല. അപ്പോൾ കുരിശുമൂടിൽ തന്നെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മൂന്നാറിൽ വന്നിട്ട് ടീ മേടിച്ചില്ലെങ്കിലോ? അങ്ങനെ ഞങ്ങൾ റിപ്പിളിൽ പോയി. റിപ്പിളിൻ്റെ പക്ഷേ ഫാക്ടറി ക്ലോസ്ഡ് ആയിരുന്നു, വിസിറ്റ് അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ റിപ്പിളിൻ്റെ തേയിലയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയി. അങ്ങനെ പൂക്കളും ചെടികളും എല്ലാം നല്ലതായിട്ട് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പെതുക്കി അവിടെ എല്ലാം നടന്ന്, പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒത്തിരി കടകൾ കണ്ട്. അവിടെ ഫ്രഷ് ക്യാരറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് മേടിച്ച് ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിൽ വരെ കൊണ്ടുവന്നു കേട്ടോ. അവർ പറഞ്ഞു ആ ചെടിയുടെ മേളിലത്തെ തണ്ട് കളയണ്ട, അങ്ങനെയാണെങ്കിൽ അത് ഇച്ചിരി ദിവസം നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് മഞ്ഞെല്ലാം വീണുകൊണ്ടിരിക്കുമായിരുന്നു. ആ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സിറ്റിയിൽ കിട്ടാത്ത നല്ലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടാൻ പറ്റുക. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചൂടോട് ചായ, മാഗി, ബ്രെഡ് ഓംപ്ലേറ്റ്, ഭുട്ട അങ്ങനെയൊക്കെ കിട്ടും. ഈ കാലാവസ്ഥയും ഈ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടപ്പോഴത്തേന് പിള്ളേർക്കും ഇച്ചിരി ഡാൻസും പാട്ടും ഒക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അവർക്ക് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് അവർ വണ്ടി നിർത്തിപ്പിച്ച് ഇച്ചിരി നേരം വെളിയിലൊക്കെ ഇറങ്ങി അവർ ഇച്ചിരി ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ആജിക്ക് രാത്ത് എന്ന് പറയുന്നത് ഹിന്ദി പാട്ടിലാണ് ഡാൻസ് ചെയ്യുന്നത്.
ഈ മഞ്ഞ് പെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ എൻജോയ്മെൻറ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അവിടെ ഞങ്ങൾ നോക്കിയപ്പം ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, കണ്ണിമാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ക്യാരറ്റ് വരെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേരും ആസ്വദിച്ച് ഞങ്ങളിടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പെതുക്കെ താഴോട്ട് മൂന്നാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു നൈറ്റ് സ്റ്റേ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. ഇത് ഞങ്ങൾ ലഞ്ചിന് കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളാണ്. അവിടെ ഡക്കൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കപ്പം അതൊക്കെ കാണാനും അതിനെ തൊടണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നല്ലൊരു ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവർ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ഹിൽ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് സിറ്റി ലൈഫിലോട്ട് വന്നു. ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.